വെൽക്കം ബാക്ക് ടു എജ് വാലറ്റ്. +1 എക്സാമിനേഷൻ അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് മോഡൽ എക്സാമിന് ഡേറ്റ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജൂൺ 2-ാം തീയതിയാണ് മോഡൽ എക്സാം തുടങ്ങുന്നത്. അപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞ് 4-5 ദിവസങ്ങൾ കഴിഞ്ഞാൽ തന്നെ നമുക്ക് പബ്ലിക് എക്സാം എത്തി. അപ്പോൾ പല കുട്ടികളും ഇനി ജൂൺ 13-ാം തീയതിയല്ലേ എക്സാം എന്ന് വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ജൂൺ 13 എന്ന് വെച്ചിട്ട് ഇരിക്കരുത്. കാരണം മോഡൽ എക്സാം എല്ലാം തന്നെ അടുപ്പിച്ചാണ്. അത് കഴിഞ്ഞ് 4 ദിവസം 5 ദിവസം കഴിഞ്ഞ് നമുക്ക് പബ്ലിക് എക്സാം ആയി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജൂൺ 2-ാം തീയതിയിലെ മോഡൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. അതിനുശേഷം മോഡൽ എക്സാം കഴിഞ്ഞ് ആ എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സബ്ജക്റ്റാണ് ഞാൻ വീക്ക്, ഏതാണ് എൻ്റെ പഠിച്ചെത്താത്തത്, ഏത് ഭാഗം ഒന്നുകൂടി നോക്കണം. അത്തരം ഭാഗങ്ങൾ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 4-5 ദിവസങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്യുക. അങ്ങനെ വേണം നിങ്ങൾ +1 എക്സാമിന് ഫേസ് ചെയ്യാനായിട്ട്. അല്ലാതെ 13-ാം തീയതി എക്സാം എന്ന് വെച്ചിട്ട് ആരും 1-ാം തീയതി ബുക്ക് തുറക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഇപ്പം തന്നെ ആകെ 15 ദിവസം നമ്മളെ കയ്യിലുണ്ടായിരിക്കുള്ളൂ, ഏറിപ്പോയാൽ 15 ദിവസം. സോ 15 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ +1 എക്സാമിന് പ്രിപ്പയർ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ വെറുതെ 1-ാം പാഠം 2-ാം പാഠം അങ്ങനെ പഠിച്ചു പോവല്ല. നമ്മുടെ കയ്യിൽ ഇനി ആകെ 15 ദിവസമുള്ളൂ. ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികളാണെങ്കിലും ഇനിയുള്ള ഈ 2 ആഴ്ച കൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കാരണം വെറുതെ 1-2 പാഠങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഓർഡർ പ്രകാരം പഠിച്ചു പോവാതെ വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ട് കുറേ പഠിക്കേണ്ട പാഠങ്ങൾ, കുറേ ചോദ്യങ്ങൾ വരുന്ന പാഠങ്ങളൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങൾ ഈ 2 ആഴ്ച പഠിക്കുക. അങ്ങനെ പഠിച്ചെങ്കിലാണ് നമുക്ക് നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെ പഠിക്കാം, ഏതൊക്കെ ദിവസങ്ങൾ ഏതൊക്കെ പാഠങ്ങൾ പഠിക്കണം, എത്ര സമയം പഠിക്കണം, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ ആദ്യം പറയാനുള്ളത്, നമുക്ക് ടൈം ടേബിൾ ഒന്ന് നോക്കാം. മോഡൽ എക്സാമിൻ്റെ ഇത് മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിളാണ്. ജൂൺ 2-ാം തീയതി കമ്പ്യൂട്ടർ സയൻസ് എക്സാം ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രി ആണ്. 3-ാം തീയതി മാത്സ്, ഉച്ചയ്ക്ക് ശേഷം പാർട്ട് 2 ലാംഗ്വേജസ്, അതായത് മലയാളം, ഹിന്ദി, ആ ലാംഗ്വേജസ് ആണ്. ജൂൺ 4-ാം തീയതി നിങ്ങൾക്ക് മോർണിംഗ് അക്കൗണ്ടൻസി ഉള്ളവർക്ക് അതാണ്. ഉച്ചയ്ക്ക് ശേഷം ബയോളജി എക്സാം ഉണ്ട്. ജൂൺ 5-ാം തീയതി ലീവാണ്. 6-ാം തീയതി ഇംഗ്ലീഷ് എക്സാം മോർണിംഗ്, ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സും ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായാലും 2 സബ്ജക്റ്റൊക്കെ വെച്ചിട്ട് എക്സാം ഉണ്ട്. ഗ്യാപ്പ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ മോഡൽ എക്സാം നിങ്ങൾ നിസ്സാരമായിട്ട് കാണാതെ മോഡൽ എക്സാമിനൊരു 80% നിങ്ങൾ പഠിക്കുക. 80 to 90% വരെ മോഡൽ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ബാക്കി ഒരു 4-5 ദിവസം നിങ്ങൾ പബ്ലിക് എക്സാമിന് ഇതിൽ പഠിച്ചെത്താത്ത പോർഷൻസോ ഒന്നുകൂടി നോക്കേണ്ട പാഠങ്ങളൊക്കെ റിവൈസ് ചെയ്യുക. അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അല്ലാതെ നിങ്ങൾ ആ തലേ ദിവസം പഠിക്കാനിരുന്ന മോഡൽ എക്സാമും കയ്യിൽ നിന്ന് പോവും. പിന്നെ ആകെ 4-5 ദിവസം കൊണ്ട് നിങ്ങൾ പബ്ലിക് എക്സാമിന് പ്രിപ്പറേഷൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ടൈം ടേബിൾ. ഞാനിവിടെ ടൈം ടേബിൾ ഇട്ടിട്ടുള്ളത് മെയ് തൊട്ടിട്ടാണ്. നമ്മൾ മെയ് 17 തൊട്ടിട്ടാണ് സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുള്ളത്. മാക്സിമം നിങ്ങൾ കുട്ടികളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് പ്രകാരം പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ, നമ്മളിപ്പോൾ കഴിഞ്ഞ +2 ബാച്ചിലെ കുട്ടികൾ +1 നമ്മളിട്ട ടൈം ടേബിൾ പ്രകാരം പഠിച്ച് നല്ല മാർക്കിലേക്ക് A+ അടക്കം വാങ്ങിയ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ നല്ല മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ടൈം ടേബിൾ ഇട്ടിട്ടുള്ളത് മെയ് 17 തൊട്ടിട്ടാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട, മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇതേ ടൈം ടേബിൾ പ്രകാരം പഠിച്ചെത്തട്ടെ. ഇനി ആരും, പല കുട്ടികൾക്കും ചിലപ്പോൾ 20-നൊക്കെ ഈ ടൈം ടേബിൾ കാണുക. അപ്പോൾ മാക്സിമം നിങ്ങൾ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, സോ മെയ് 17 നിങ്ങൾ തുടങ്ങേണ്ട ചാപ്റ്റർ എന്തായാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. A+ വാങ്ങണം, +1 നല്ലൊരു പെർസെൻറ്റേജ് വാങ്ങണം എന്നുള്ള കുട്ടികൾ കുറച്ച് എഫേർട്ട് എടുക്കണം. ഇതുവരെ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ കുറച്ച് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ 24 മണിക്കൂറും പഠിക്കണം എന്നല്ല, ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇനിയുള്ള 2 ആഴ്ച നിങ്ങൾ കൂടുതൽ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യ സമയം നമുക്ക് പഠിക്കാനായിട്ട് വേണം. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. അല്ലാതെ അയ്യോ ഇത് ഫുള്ള് പഠിത്തമാണല്ലോ എന്ന് ആലോചിക്കുകയല്ല വേണ്ടത്. നല്ല മാർക്കിലേക്ക് എത്തണം, നല്ല പെർസെൻറ്റേജിലേക്ക് എത്തണം. +1 മാർക്ക് നമ്മൾ +2ൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. +1 മാർക്ക് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻറ്റും ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഭാവി നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ വരുന്ന +1 എക്സാമിനെ ധൈര്യത്തോടു കൂടി നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ഫേസ് ചെയ്യണം. അതിനായിട്ട് കൃത്യമായ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണം. 6 മണിക്ക് നിങ്ങൾ എണീക്കുക. 6 മണിക്ക് എണീക്കുക എന്ന് പറഞ്ഞാൽ 6 മണിക്ക് പഠിക്കാനിരിക്കണം. അതായത് 5:30 നിങ്ങൾ എണീക്കുക. ഓക്കെ, എന്നിട്ട് 6 മണി തൊട്ട് 8 മണി വരെ കെമിസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ മാർക്കുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന നല്ല
നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. അത് പഠിക്കുക. അതിൽ പകുതി പോർഷൻസോളം പഠിച്ചെത്ത തിയറി പോർഷനാണ്. അത് കഴിഞ്ഞിട്ട് 3 മണി തൊട്ട് 5 മണി വരെ സ്ട്രക്ചർ ഓഫ് ആറ്റം ബാക്കി പോർഷൻസും പഠിച്ച് അവസാനിപ്പിക്കുക. അന്നേ ദിവസം 9 തൊട്ടിട്ട് 12 മണി വരെ ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുക. അത് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നൈറ്റ് പഠിക്കുക. സോ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന 2 പാഠങ്ങളാണിത്. കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം, ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റും. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. രണ്ടും രണ്ടാമത്തെ പാഠങ്ങളാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് നൈറ്റ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് സമയമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഫിസിക്സിലെ ചാപ്റ്റർ 3 കൂടി അവസാനിപ്പിക്കുക. എനിക്ക് തോന്നുന്നു 9 തൊട്ടിട്ട് 12 മണി വരെ ധാരാളമാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. അത് കഴിഞ്ഞിട്ട് 7 തൊട്ടിട്ട് 9 വരെ അത് അവസാനിപ്പിക്കാത്ത ആൾക്കാർ ഒരു മണിക്കൂറും കൂടി കൊടുക്കുക. ബാക്കി സമയം ചാപ്റ്റർ 3ക്ക് കൊടുക്കുക. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ആയിരിക്കണം. എങ്ങാനും കംപ്ലീറ്റ് ആയെങ്കിൽ 12 മണി എന്നുള്ളത് 12:30 ആക്കാം, 1 മണിയൊക്കെ ആക്കാം. നിങ്ങൾ ഉറപ്പിക്കുക വേഗം അവസാനിപ്പിക്കണം, എൻ്റെ ടൈം ടേബിൾ ഇതാണ്, ഇത് പ്രകാരം പഠിച്ചു പോകണം എന്ന് ഉറപ്പിക്കുക. നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നമ്മൾ ക്രാഷ് ബാച്ച് ജോയിൻ ചെയ്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ പാഠങ്ങളൊക്കെ നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിലൊക്കെ പഠിക്കേണ്ട പ്രധാന ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ പ്രധാന ഭാഗങ്ങളൊക്കെ എടുത്ത് പഠിക്കുക. അത് വേണം ആദ്യം പഠിക്കാനായിട്ട്. സ്ട്രക്ചർ ഓഫ് ആറ്റും യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. നമ്മൾ +1 പ്ലേലിസ്റ്റ് നോക്കുക, ഈ സെക്ഷൻസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് ഈ പഠിച്ച പാഠങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ കയ്യിൽ വേണം. അല്ലെങ്കിൽ ആ പഠിച്ച പാഠങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക, അത് പഠിക്കുക. അതിനൊരു മണിക്കൂർ കൊടുക്കുക. കാരണം നമ്മൾ വെറുതെ കുറേ സെക്ഷൻസ് പഠിച്ചു പോയിട്ട് കാര്യമില്ല. അതിനെങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് കൂടി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് നെറ്റിൽ തന്നെ അടിച്ചു കൊടുക്കാം സ്ട്രക്ചർ ഓഫ് ആറ്റം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കിട്ടും. അങ്ങനെ ക്വസ്റ്റ്യൻസ് കൂടി നോക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു റിവിഷൻ പോലെ ആവുകയും ചെയ്തു. ആ ഒരു ദിവസം പഠിച്ച പാഠങ്ങൾ 1 മണിക്കൂറിന് റിവിഷൻ ചെയ്യുക, അത് അത്യാവശ്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ പഠിച്ചു പോകുന്ന പോലെ ആയിരിക്കും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതേപോലെ മെയ് 18 നിങ്ങൾ മാത്സ് എടുക്കുക. മോർണിംഗ് മാത്സ് ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്റർ പഠിക്കുക. അത്യാവശ്യം വെയിറ്റേജ് ഉള്ള പാടാണ്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന പാടാണ്. അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ 3 മണി തൊട്ട് 5 മണി വരെ ആ ട്രിഗണോമെട്രി അവസാനിപ്പിക്കുക. അപ്പോൾ ഒരു 4 മണിക്കൂർ തന്നെ നമ്മൾ വലിയ പാഠങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. കണ്ട, അങ്ങനെ സെലക്ട് ചെയ്ത് വെയിറ്റേജ് ഉള്ള പാഠങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാഠങ്ങളൊന്നും അറിയില്ല, ഇതിലൊക്കെ ഇമ്പോർട്ടൻസ് ഏതെന്ന് അറിയില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ഇനിയും നമ്മൾ അഡ്മിഷൻ ഇപ്പോൾ ഓപ്പണിംഗ് ആണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഇനിയും ആകെ 2-3 പാഠങ്ങൾ എടുത്തിട്ടുള്ളൂ. ഇനിയും പാഠങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒപ്പം പഠിക്കാം. കഴിഞ്ഞു പോയ ക്ലാസ്സുകളൊക്കെ റെക്കോർഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യുന്നുള്ളവരെ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം. ആ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9895451912 ആണ്. ഞാൻ കമൻറ്റിൽ കൊടുക്കാം. ക്രാഷ് കോഴ്സാണ്, എക്സാം ഓറിയൻറ്റഡുള്ള ക്ലാസ്സുകളാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്ത് തരുന്നുണ്ട്. ലൈവ് ക്ലാസ്സസ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇപ്പോൾ മാത്സ് ട്രിഗണോമെട്രി 8 മണിക്ക് കഴിഞ്ഞാൽ 9:30 എടുക്കുക. 9 തൊട്ടിട്ട് 12 മണി വരെ ബയോളജിയിൽ ഒരു പാഠം പഠിക്കുക. കമ്പ്യൂട്ടർ സയൻസ് ആണ്, കമ്പ്യൂട്ടർ സയൻസ്. ബയോളജി കുട്ടികൾക്ക് ഒരുപാടുണ്ടല്ലോ പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയോളജി ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കുക. വലിയ പാഠമൊക്കെ ആണെങ്കിൽ 7 തൊട്ടിട്ട് 9 വരെയുള്ള സമയത്തും നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ പറ്റുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ മോർണിംഗ് ഒരു സെക്ഷനും നൈറ്റ് 7 തൊട്ടിട്ട് 9 വരെ ഒരു ചാപ്റ്ററും പഠിക്കുക. 2 പാഠം ഒരു ദിവസം വെച്ചിട്ട് പഠിച്ചു പോവുക. അപ്പോൾ ഇതാണ് ആ 18th ടൈം ടേബിൾ. അതേ പ്രകാരം 19th ഉണ്ട്. 19th ഫിസിക്സിലെ ചാപ്റ്റർ 8 പഠിക്കുക. നല്ല വെയിറ്റേജ് ഉള്ള പാഠമാണ്, സിമ്പിൾ ചാപ്റ്ററാണ്. പക്ഷെ നമുക്ക് അതിൽ നിന്ന് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 8ാം പാഠത്തിലെ ഒരുപാട് ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് പഠിക്കുക. ഡെറിവേഷൻസ് ഒക്കെയാണ്. ദെൻ 3 തൊട്ട് 5 മണി വരെ ഫിസിക്സ് ചാപ്റ്റർ 8 അവസാനിപ്പിക്കുക. അപ്പോൾ അത്രയും സമയം ആ ചാപ്റ്ററിന് കൊടുക്കുന്നത് ഒരുപാട് വെയിറ്റേജ് ഉള്ളത് കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് 9 തൊട്ടിട്ട് 12 മണി വരെ രാവിലെ കെമിസ്ട്രി ചാപ്റ്റർ 4, അതായത് 8 മണി വരെ ആ 8ാം പാഠത്തിലെ ഫിസിക്സിലെ പകുതി പോർഷൻ അവസാനിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതന്നെ പഠിക്കാതെ ഒന്ന് മാറ്റിയിട്ട് കെമിസ്ട്രിയിൽ പുതിയൊരു ചാപ്റ്റർ എടുക്കുക. 4ാമത്തെ പാഠമാണ്, നല്ല വെയിറ്റേജ് ഉള്ള പാഠമാണ്, അത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 7 തൊട്ടിട്ട് 9 വരെ കെമിസ്ട്രി ചാപ്റ്റർ 4 പഠിക്കുക. നൈറ്റ് വേണം അതിൻ്റെ ബാക്കി പഠിക്കാനായിട്ട്. 3 തൊട്ടിട്ട് 5 വരെ ഫിസിക്സിന് മോർണിംഗ് നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കി പഠിക്കാം. ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആ പാഠത്തിൽ നോക്കാം. അതുപോലെ മെയ് 20th മാത്സ് കോംപ്ലക്സ് നമ്പേഴ്സ് ഉള്ള പാഠം പഠിക്കുക. 3 മണി തൊട്ട് 5 മണി വരെ അത് അവസാനിപ്പിക്കുക. സമയം ഉണ്ടെങ്കിൽ സെറ്റ്സ് എന്നുള്ള ചാപ്റ്റർ സിമ്പിളായിട്ടുള്ള പാഠമാണ്, അതും പഠിക്കുക. അതേപോലെ 9 തൊട്ടിട്ട് 12 മണി വരെ ബയോളജി ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. നൈറ്റ് അതിൻ്റെ ബാക്കി പഠിക്കുക. പറ്റുകയാണെങ്കിൽ ഒരു ചാപ്റ്റർ വെച്ചിട്ടൊക്കെ ഈ സമയത്ത് പഠിച്ചു പോവുക. നൈറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക.
അപ്പം നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ ഇതൊക്കെ. കോംപ്ലക്സ് നമ്പേഴ്സും നമ്മൾ ഈ പറയുന്ന പാഠങ്ങളിലൊക്കെ പ്രധാന ഭാഗങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി പറഞ്ഞ പോലെ ഈ പാഠങ്ങളൊന്നും അറിയാത്തവർക്ക് നമ്മളെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഒപ്പം പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി മെയ് 21 ആണ്. മെയ് 21 കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുക 6 മണി തൊട്ട് 8 മണി വരെ. അത് കഴിഞ്ഞാൽ നെയിമിംഗ് ആണ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് 3 തൊട്ട് 5 മണി വരെ ഹൈഡ്രോ കാർബൺ, അങ്ങനെയുള്ള ഓർഗാനിക്കിൻ്റെ ചാപ്റ്റേഴ്സാണ്. നല്ലോണം സമയം കൊടുത്ത് പഠിക്കുക. 5 മണിക്കുള്ളിൽ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ 6-6:30 വരെയൊക്കെ ഇരുന്ന് പഠിക്കുക. വെയിറ്റേജ് ഉള്ള പാടാണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മോർണിംഗ് നിങ്ങൾ 9 തൊട്ടിട്ട് 12 മണി വരെ ഫിസിക്സിലെ വർക്ക് എനർജി പവർ അത് പഠിക്കുക. 7 തൊട്ടിട്ട് 9 വരെ നൈറ്റ് ഫിസിക്സിലെ മോഷന് പ്ലേ എന്നുള്ള പാഠം പഠിക്കുക. സോ പ്രധാന ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ ഓരോ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അത് പഠിക്കുക. നൈറ്റ് ഈ പഠിച്ച പാഠങ്ങളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. സോ ഇതാണ് മെയ് 21 വരെയുള്ള ടൈം ടേബിൾ. അത് കഴിഞ്ഞിട്ട് മെയ് 22 ഇതേപോലെ നമ്മൾ ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട്. മെയ് 22 മാത്സിലെ കോണിക് സെക്ഷൻസ് ആണ് പഠിക്കേണ്ടത്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ അതുപോലെ നൈറ്റ്, അതായത് നൈറ്റ് 7:30 മോർണിംഗ് 9:30 ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഞാനിവിടെ ഓരോ പോർഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. മെയ് 23 ഇതുപോലെ മോർണിംഗ് 6 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും ഫിസിക്സിലെ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ ഒരു പാടാണ്. 2 നേരം അതിരുന്ന് പഠിക്കുക. ഒരുപാട് വലിയ പാടാണ്, അതുകൊണ്ടാണ് 2 നേരം ഇട്ടിട്ടുള്ളത്. വലിയ പാഠങ്ങളൊക്കെ ഞാൻ ഒരു 4 മണിക്കൂറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല വെയിറ്റേജ് ഉള്ള പാടാണ് ഫ്ലൂയിഡ്സ്, അത് പഠിക്കുക. ദെൻ എസ് ബ്ലോക്കും പി ബ്ലോക്കും ഇതേപോലെ ഈ ടൈം പ്രകാരം പഠിക്കുക. കെമിസ്ട്രി ആണത്. ദെൻ മെയ് 24 മാത്സിലെ സീക്വൻസ് ആൻഡ് സീരീസ് പഠിക്കുക. മോർണിംഗ് 2 തൊട്ട് 5 മണി വരെ സ്ട്രേറ്റ് ലൈൻസ് ആണ്. ദെൻ ബയോളജി കമ്പ്യൂട്ടർ സയൻസിലെ ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1.5 ആടും ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഒപ്പം പഠിച്ചു പോവുക. എനിക്ക് തോന്നുന്നു ബയോളജിക്കാണ് കൂടുതൽ സമയം വേണ്ടി വരിക. ബയോളജി സ്റ്റുഡൻസ് അതേ പ്രകാരം പഠിച്ചു പോവുക. മെയ് 25 കെമിസ്ട്രി റിഡോക്സ് റിയാക്ഷൻസ് മസ്റ്റായിട്ടും പഠിക്കുക. 2 നേരം സമയം ഇട്ടിട്ടുണ്ട്. അതേപോലെ ഫിസിക്സ് ചാപ്റ്റർ 4, ചാപ്റ്റർ 5 ചെറിയ പാഠങ്ങളാണ്, പഠിക്കാനുണ്ട്, വെയിറ്റേജും ഉണ്ട്. അതിന് ഏകദേശം 2-2.5 മണിക്കൂറൊക്കെ കൊടുത്ത് ആ 2 പാഠങ്ങൾ അവസാനിപ്പിക്കാം. മെയ് 26 ആണ്. മെയ് 26 മാത്സ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ 10 മാർക്ക് വരെ ചോദ്യങ്ങൾ ചോദിക്കുന്ന പാഠാണ്. 6 മണി തൊട്ട് 8 മണി വരെയാണ്. അതേപോലെ 2 തൊട്ട് 5 മണി വരെയും പെർമ്യൂട്ടേഷൻസ് പഠിക്കുക. അതേപോലെ നൈറ്റ് ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ആണ്. 9:30 മോർണിംഗ് 9:30 നൈറ്റ് 7:30 ബയോളജി ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക. സോ ഇതാണ് മെയ് 26 വരെ ടൈം ടേബിൾ. ഞാൻ ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് PDF ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എജു വാലറ്റിൻ്റെ ടെലിഗ്രാം ചാനൽ കാണും. അപ്പോൾ നമ്മൾ ഇനി ഇടുന്ന ഓരോ ക്ലാസ്സിൻ്റെ നോട്ട്സ് ഞാൻ അതിൽ കൊടുക്കുന്നതാണ്. മസ്റ്റായിട്ട് ഞാൻ കൊടുക്കാം. ഈ ടൈം ടേബിളും ഞാൻ ആ ഒരു ടെലിഗ്രാം ചാനൽ കൊടുക്കാം. നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ എജു വാലറ്റ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ചാനൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ PDF ആയിട്ട് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. ഇനിയുള്ള ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൻ്റെ ഒക്കെ നോട്ട്സ് നമ്മൾ PDF ആയിട്ട് അതിൽ കൊടുക്കാം. ഓക്കെ, സോ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക കേട്ടോ. സോ മെയ് 27 ഇതുപോലെ ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട്. ഫിസിക്സിലെ തെർമോഡൈനാമിക്സ് ആണ്. അതേപോലെ മാത്സിലെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഒക്കെയാണ്. ടൈം ടേബിൾ പ്രകാരം തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. മെയ് 28 മോർണിംഗ് ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ആണ്. 10 മണിക്ക് ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ആണ്. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് 1 മണി വരെ നിങ്ങൾ ബയോളജിയിൽ ഒരു 2 പാഠങ്ങൾ വെച്ചിട്ടൊക്കെ പഠിച്ചു പോവുക. ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രി ചാപ്റ്റർ 3 നല്ല വെയിറ്റേജ് ഉള്ള പാടാണ്. ദെൻ ചാപ്റ്റർ 5 അവസാനിപ്പിക്കുക. ടൈം ടേബിൾ പ്രകാരം തന്നെ പഠിച്ചു പോവുക. ദെൻ മെയ് 29 മെയ് 13 ഇട്ടിട്ടുണ്ട്. മെയ് 29 30 നമ്മൾ ഇടുന്നത് മാത്സിലെ സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബിലിറ്റിയാണ്. അതിനുശേഷം ഫിസിക്സ് ചാപ്റ്റർ 7 ചാപ്റ്റർ 9 ആണ്. അത്യാവശ്യം ഏവറേജ് ഒരു വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. മെയ് 13 നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനും ഇതുവരെ പഠിച്ച ഭാഗങ്ങളൊക്കെ ഒന്നും കൂടി നോക്കുക. ഫിസിക്സിലെ ഓസിലേഷൻസും കൈനറ്റിക് തിയറി എന്നുള്ള പാഠം പഠിക്കാൻ അന്നിരുന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ ബയോളജി കമ്പ്യൂട്ടർ സയൻസും കൂടി അതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററും കൂടി പഠിച്ചു പോവുക. അപ്പോൾ മെയ് 13 വരെയാണ് ഇട്ടിട്ടുള്ളത്. മെയ് 31 നമുക്ക് 2-ാം തീയതി എക്സാം ഉണ്ടാവുമല്ലോ. മോഡൽ എക്സാം ഉണ്ട് 2-ാം തീയതി ജൂൺ 2 കമ്പ്യൂട്ടർ സയൻസും കെമിസ്ട്രി. ആ 2 സബ്ജക്റ്റുള്ള ആൾക്കാരെ 31 ജൂൺ 1 ആ 2 ദിവസം ഇരുന്നിട്ട് ഇതിൻ്റെ ബാക്കി പഠിക്കാനുള്ള പാഠങ്ങൾ ഒന്നുകൂടി പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ദിവസം പഠിച്ച പാഠങ്ങളൊക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ഒക്കെ ഒന്നുകൂടി പഠിച്ചെടുക്കുക. അതാണ്. അപ്പോൾ നിങ്ങൾ ബാക്കി നമുക്കിപ്പോൾ ഇതുവരെ നമ്മൾ ഈ ടൈം ടേബിൾ പ്രകാരം മെയ് 30 വരെ നമ്മൾ ടൈം ടേബിൾ ഇട്ടിട്ടുള്ളത്. 31 വന്ന് പിന്നെ മോഡൽ എക്സാം ആയി. ആ മോഡൽ എക്സാമിൻ്റെ സമയങ്ങളിൽ നിങ്ങൾ ബാക്കി ഇനി നമുക്ക് 2-3 പാഠങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഒക്കെ പ്രധാന വെയിറ്റേജുള്ള പാഠങ്ങളൊക്കെ നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഈ ടൈം ടേബിളിൽ ഇട്ട
പാഠങ്ങളുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ പഠിച്ചു പോവുക. വെയിറ്റേജ് ഉള്ള പാഠങ്ങളെല്ലാം തന്നെ ഇതിലിപ്പോൾ കവർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ചെറിയ ചെറിയ പാഠങ്ങൾ നിങ്ങൾക്ക് ആ തലേ ദിവസമൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അതിൽ അത്ര വലിയ ക്വസ്റ്റ്യൻസ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, 2 മാർക്ക് 3 മാർക്കിൻ്റെ ഒക്കെയാണ്. അത് നിങ്ങൾ ആ തലേ ദിവസമൊക്കെ ഇരുന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെയ് 13th വരെ നിങ്ങൾ എല്ലാ സബ്ജക്റ്റിലെയും പ്രധാനപ്പെട്ട ഹൈലി വെയിറ്റേജ് ഉള്ള പാഠങ്ങളൊക്കെ കവർ ചെയ്തു. ഏകദേശം 11-12 പാഠങ്ങൾ നിങ്ങൾ എല്ലാത്തിനും കവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ അത് നിങ്ങൾ നോക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി, മലയാളം സബ്ജക്ട്സുകളുണ്ട്. അതും കൂടി ഉണ്ട്, അത് നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ മോഡൽ എക്സാമിൻ്റെ സമയത്തും മോഡൽ എക്സാം കഴിഞ്ഞിട്ടും ഇംഗ്ലീഷിനും അതുപോലെ തന്നെ ഹിന്ദി മലയാളത്തിനൊക്കെ ഒന്ന് സമയം കൊടുക്കണം. ഇടയ്ക്കൊക്കെ മലയാളം ഹിന്ദിയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കഥകളൊക്കെ ഒന്ന് ജസ്റ്റ് യൂട്യൂബിലൊക്കെ ഒന്ന് ജസ്റ്റ് കേട്ട് പോവുക. നമ്മുടെ ചാനലിൽ തന്നെ മലയാളത്തിൻ്റെ സ്റ്റോറീസ് ഉണ്ട്, ഇംഗ്ലീഷിൻ്റെ ഒക്കെ സ്റ്റോറീസ് ഉണ്ട്, ഇംഗ്ലീഷിലെ പ്രധാന ഭാഗങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ഇടയ്ക്ക് എപ്പോഴേലും സമയം കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം കൂടി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. സോ ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത്. ഞാൻ ഈ ടൈം ടേബിൾ ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം, ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ക്രാഷ് ബാച്ച് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ ജോയിൻ ചെയ്യുക. ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് കുട്ടികൾ ജോയിനിങ് ആണ്, ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ലൈവ് ക്ലാസ്സസ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാം, നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഡെയിലി നമ്മൾ എക്സാം ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.